കവിതകളായി മുനിയുടെ രാജഗുരു അങ്ങ് എവിടെയാണ് ഈ തലകുത്തി പറയുന്നത്? എനിക്ക് അവിടെ ഇരുന്നിട്ട് സമാധാനമില്ലായിരുന്നു. നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരമാണ് കാണിച്ചത്? ഞാൻ എല്ലാം അറിഞ്ഞു. എന്ത്? ഈ രാജ്യം നിങ്ങൾ പണയം വെക്കാൻ പോവാണ്. അതെ, കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ വലിയ ടീമിന്റെ കൂടെ നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾ തോറ്റു തൊപ്പിയിടും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ രാജഗുരു? ഒരു രക്ഷകൻ വരണം. ആരാണ് ആ രക്ഷകൻ? കേരള ദേശത്ത് നിന്നും രാജസ്ഥാൻ ദേശത്ത് പോയി റോയലായിട്ട് കളിച്ച് വിജയശ്രീലാളിതനായ സഞ്ജു സാംസൺ വരണം. എന്നാ വിളിക്കാം. സഞ്ജു മോനെ. ഹലോ ചേട്ടാ, പറഞ്ഞോ കേട്ടാ. എടാ പൊന്നു മോനെ, ഞങ്ങളുടെ രാജാവ് അല്പം ബുദ്ധിക്കുറവുണ്ട്. ജോസ് പ്രകാശിന്റെ സൗണ്ടാണ്. അദ്ദേഹം പണ്ടത്തെ ആ രീതി വെച്ച് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമോട്ട് മാറ്റുരയ്ക്കുകയാണ്. എങ്ങനെയും പോകുമെന്ന് ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണം. ഇല്ല കേട്ടോ, എനിക്ക് വരാൻ പറ്റൂല കേട്ടോ. ഞാൻ ഇപ്പൊ സെഞ്ചുറി ഒക്കെ അടിച്ചിരിക്കുന്നോണ്ട് എനിക്ക് വരാൻ പറ്റൂല കേട്ടാ. വരാൻ പറ്റിയെന്ന് പറയാം. സഞ്ജുമോനെ, എന്താ ചേട്ടാ? രാജാവാണ്. പറഞ്ഞു കേട്ടാ. അതെ, വരാൻ പറ്റൂലെങ്കിൽ കുഴപ്പമില്ല. ഒരു ടിപ്സ് എന്തെങ്കിലും പറഞ്ഞു തരുമോ? ടിപ്സ് ഒന്നുമില്ല കേട്ടാ. ബോൾ വന്നാ വലിച്ചടിച്ചാ മതി കേട്ടാ. ഓക്കെ താങ്ക് യു ചേട്ടാ. ഓക്കെ ചേട്ടാ. ഓക്കെ. ബോൾ വന്നാ വലിച്ചടിച്ചാ മതി എന്ന് പറഞ്ഞു. പിന്നെ വലിച്ചടിച്ചാ പോരെ? പക്ഷേ ഈ ബോൾ വരണേ ഞാൻ കാണട്ടെ. അതല്ലേ കുഴപ്പം. അല്ല രാജാ, ഈ സഞ്ജു സാംസൺ വിളിച്ചത് കേട്ടായിരുന്നോ? ചേട്ടാന്ന്, രാജനെ ചേട്ടാന്ന്. അവൻ എല്ലാവരെയും കയറി ചേട്ടാന്നാ വിളിക്കണത്. അപ്പൊ എനിക്കൊരു സംശയം, സഞ്ജുവിന്റെ അച്ഛൻ എന്തായിരിക്കും വിളിക്കുന്നത്? എന്ത് വിളിക്കണമെന്ന് സോഷ്യൽ മീഡിയ നോക്കിയിരിക്കും. സഞ്ജുവിന്റെ അച്ഛനായതുകൊണ്ട് ഒന്നും വിളിക്കുന്നില്ല. പാവം. മാഫ് കീജിയെ പിതാജി, ആ പയ്യൻ എങ്ങനെയെങ്കിലും കളിച്ച് എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ. മിഠി